അവരുടെ ആന്തരിക എന്ന് നമ്മൾ ആദ്യം പറയും. ആന്തരിക വ്യവസ്ഥയിലാണ് മർദ്ദത്തിൻ്റെ ആരംഭം. മർദ്ദത്തിൻ്റെ ആരംഭം എവിടെയാണ്? നമ്മൾ ഉള്ളിലെന്നാണ് പറയുന്നത്. ആ ഉള്ളിൽ മർദ്ദത്തെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് തുടർന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് അകവും പുറവും അന്തരമില്ലാതെയാവും. അകവും പുറവും അന്തരമില്ലാതെയാവും. അപ്പോഴാണ് ശബ്ദത്തിൻ്റെ ഭാഗം. അപ്പോഴാണ് ശബ്ദം എന്ത് ചെയ്യും? രൂപം തരത്തില്ല. മറ്റു രൂപങ്ങൾ തരാതെ ശബ്ദത്തെ കേൾക്കാൻ സാധിക്കണം. മറ്റു രൂപങ്ങൾക്ക് സ്ഥാനം കൊടുക്കാതെ ശബ്ദം ശ്രദ്ധിക്കാൻ സാധിക്കണം. ശബ്ദം ഒരിക്കലും ഒരാൾ പറയുമ്പോഴല്ല, ശബ്ദം നിരന്തരമുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകത എന്താണ്? നിരന്തരം ശബ്ദവുമായിട്ട് നമ്മൾ കണക്റ്റായിരിക്കുകയാണ്. ഇതാരും അറിയുന്നില്ല. എന്തുകൊണ്ട്? മർദ്ദം കൂടുമ്പോൾ മരവിക്കും. ശരീരത്തിൽ മരവിപ്പുണ്ടാകും. മർദ്ദം കുറയുമ്പോൾ ശരീരം ഉണരും. ഇവിടെയാണ് ശരീരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്താണ്? കാരണം ശരീരത്തിന് മർദ്ദം കൂടുന്നതനുസരിച്ച് പ്രവർത്തിക്കും, മർദ്ദം കുറയുന്നതനുസരിച്ചും ശരീരം പ്രവർത്തിക്കും. ഇല്ല, മർദ്ദം കുറയുന്നതനുസരിച്ചും ശരീരം പ്രവർത്തിക്കും, മർദ്ദം കൂടുന്നതനുസരിച്ചും ശരീരം പ്രവർത്തിക്കും. ഈ മേഖലയിൽ മർദ്ദം കൂടുന്നത് എന്തുകൊണ്ടാണ്? മർദ്ദം കുറയുന്നത് എന്തുകൊണ്ടാണ്? ഞാനെന്ന് പറയുന്ന ഒരു സവിശേഷത രൂപം കൊണ്ട് നിലനിർത്തി കൊണ്ടുപോകുമ്പോൾ മർദ്ദം കുറയും. ഞാനെന്ന് പറഞ്ഞ അവസ്ഥയ്ക്ക് സ്ഥാനം കൊടുക്കാതിരിക്കുമ്പോൾ മർദ്ദം കൂടും. കൃത്യമായിട്ട് അറിയണം. ഞാനെന്ന് പറയുന്ന, നമ്മളെന്ന് പറയുന്ന വ്യവസ്ഥയ്ക്ക് സ്ഥാനം കൊടുക്കുമ്പോൾ മർദ്ദം കുറയും. വീണ്ടും ഞാനെന്ന് പറഞ്ഞ അവസ്ഥയ്ക്ക് സ്ഥാനം കൊടുക്കുമ്പോൾ വീണ്ടും മർദ്ദം കുറയും. ഞാൻ എന്ന് പറയുമ്പോൾ വളരെ സൂക്ഷ്മമായി. അപ്പോൾ മർദ്ദം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം മർദ്ദം കൂടുന്ന ഭാഗം ഞാൻ, നമ്മൾ ഇല്ലാണ്ടാകുമ്പോൾ, സ്വപ്നം ജനിക്കുമ്പോൾ മർദ്ദം കൂടി. കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണം. സ്വപ്നം കൂടുമ്പോൾ, സ്വപ്നത്തിലോട്ട് വരുമ്പോൾ മർദ്ദം കൂടി വരും. കൃത്യമായിട്ട് അറിയാൻ പറ്റും. നമുക്ക് അറിയണം. സ്വപ്നമാണെങ്കിൽ നമ്മുടെ മർദ്ദം കൂടി, നമ്മുടെ ആശ്വാസം കുറഞ്ഞു, തെളിച്ചം പോയി. ഈ വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കണം. മർദ്ദം കൂടുമ്പോൾ സ്വപ്നം വരും, ആവേശം കൂടും. ആവശ്യം നടപ്പിലാക്കാൻ പറ്റത്തില്ല, ആവേശം കൂടും. ശബ്ദം ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. ഒരിക്കലും ഇവിടെ ശബ്ദമില്ലാണ്ടിരിക്കത്തില്ല. ശബ്ദം എന്നുമുണ്ട്. ശബ്ദം ഇവിടെ എന്നുമുണ്ട്. ഇവിടെ നമ്മൾ വിചാരിക്കും മൈക്കൊക്കെ വെച്ച് ഭയങ്കര വലിയ ശബ്ദം ഉണ്ടാക്കിയെന്ന്. അങ്ങനെയല്ല. മൈക്കും സ്പീക്കറൊക്കെ വെച്ച് വലിയ ശബ്ദം ഉണ്ടാക്കുന്നതിനകത്ത് പ്രസക്തിയൊന്നുമില്ല. കാരണം ശബ്ദം നിരന്തരം നിലനിൽക്കുന്നതാണ്. ശബ്ദം നിരന്തരം നിലനിൽക്കുന്നതാണ്. ശബ്ദത്തിൻ്റെ ഭാഗം എന്നുമുള്ളതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം, വളരെയേറെ ശ്രദ്ധിക്കണം. ശബ്ദത്തിൻ്റെ ഭാഗത്തോട്ട് നമ്മൾ കണക്റ്റാകുമ്പോൾ വളരെ സൂക്ഷിക്കണം. വളരെ അപകടം പിടിച്ചൊരു മേഖലയാണ്. ശ്രദ്ധയില്ലാത്തവന് ശബ്ദം ഭയങ്കര അപകടം പിടിച്ചതാണ്. ശ്രദ്ധ കൈമുതലായിട്ടില്ലാത്തവന് ഭയങ്കര നാശം ഉണ്ടാക്കുന്നതാണ് ശബ്ദം. അപ്പോൾ കേൾക്കുമ്പോൾ എങ്ങനെ വേണം കേൾക്കാൻ? മർദ്ദം നമ്മളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ മർദ്ദം എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ആ മർദ്ദത്തെ നിയന്ത്രിക്കാൻ കപ്പാസിറ്റി ഉള്ളത് ആർക്കാണ്? ആത്മബോധത്തിനാണുള്ളത്. അതാണ് പ്രായപൂർത്തിയാകണം. ഇപ്പോൾ 18 വയസ്സായ പ്രായപൂർത്തിയായെന്നാണ് ഇവിടെ എല്ലാവരും കരുതുന്നത്. പക്ഷെ 18 വയസ്സല്ല കേട്ടോ ആ പ്രായപൂർത്തിയുടെ മാനദണ്ഡം. ഒരു വ്യക്തിക്ക് മർദ്ദത്തെ കൃത്യമായിട്ട് മർദ്ദത്തെ വിലയിരുത്താൻ സാധിക്കുന്നതാണ്. അവനവൻ്റെ ശരീരത്തിലുണ്ടാകുന്ന മർദ്ദത്തെ വിലയിരുത്താൻ സാധിക്കുന്നവനാണ് പ്രായപൂർത്തിയായവൻ. അപ്പോഴേ പക്വതയുള്ളൂ, അല്ലെങ്കിൽ പക്വതയില്ല. ഒരു വ്യക്തിക്ക് പക്വത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ മർദ്ദം, അവൻ്റെ ശരീരത്തിലുണ്ടാകുന്ന മർദ്ദത്തെ വിലയിരുത്താൻ സാധിക്കണം. അപ്പോൾ മർദ്ദം എവിടെയാണ് വിലയിരുത്താൻ സാധിക്കുന്നത്? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലാണ്, സൂക്ഷ്മമായിട്ട്. ആ വിലയിരുത്തലിൻ്റെ തുടർച്ചയാണ് ത്വക്ക് ഉണരുന്നത്. നമ്മുടെ ത്വക്ക് അന്തരീക്ഷത്തിൻ്റെ മർദ്ദവുമായിട്ട് കണക്റ്റഡാണ്, കൃത്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ നമ്മൾ ലൈവ് ആകുന്നില്ലെങ്കിൽ
നമ്മുടെ ത്വക്ക് മർദ്ദത്തിന് വിധേയമാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം ഒരിക്കലും ആകത്തില്ല. ഉള്ളിൽ നിന്ന് ആരംഭിച്ച് പുറത്തു വരണം, ഉള്ളിലൂടെ പുറത്തു വരണം. അത് എന്നാൽ മാത്രമേ നമുക്ക് പ്രസക്തിയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ തുടർച്ചയാകത്തില്ല. നമ്മൾ ഉള്ളിലൂടെ കടന്നു വരണം, എന്നാൽ മാത്രമേ നമുക്ക് തെളിച്ചമുണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ എന്തു പറ്റും? ചിന്തകളായിപ്പോവും. പുറമേയുള്ള കാര്യങ്ങൾക്ക് സ്ഥാനം കൊടുക്കുമ്പോഴാണ് ചിന്തകളാകുന്നു. ചിന്തകളെന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളും നമ്മളല്ലാത്തതും തമ്മിൽ പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതാണ് ചിന്തിക്കുന്നത്. നമ്മളല്ലാത്തതും ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ചിന്തകൾ വരുന്നത്. അപ്പോൾ വിഭ്രാന്തി വരും, മാനസിക അസ്വസ്ഥത വരും. നമ്മളായിട്ടിരിക്കാനുള്ള കാരണമായിട്ടുള്ള ഞാൻ എന്ന് പറയുന്നതിൻ്റെ കോർ, എന്നുവെച്ചാൽ സൂക്ഷ്മമായിട്ടുള്ള ശൂന്യതയുമായിട്ടുള്ള ബന്ധത്തിൽ ഇരിക്കാൻ സാധിക്കുമ്പോഴാണ് ഞാനാകുന്നത്. എവിടെയാണ് ശൂന്യതയുമായിട്ടുള്ള കണക്ഷൻ വരുന്നത്? അപ്പോഴാണ് ഞാനാകുന്നത്. അല്ലെങ്കിൽ നമ്മളും ഞാനും ഇതിൻ്റെ അന്തരം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതെല്ലാം പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും വ്യവസ്ഥ പ്രകാരം മാത്രം സംഭവിക്കുന്നതാണ്. ഒരാൾ വിചാരിച്ചാൽ അയാൾക്ക് മാത്രമായിട്ട് തല്ലിക്കൂട്ടി കൊണ്ടുവരാൻ പറ്റുന്നൊന്നല്ല, അങ്ങനെയൊന്നുമില്ല. ഒരാളുടെ ധാരണയിൽ എന്തൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അതുകൊണ്ടൊന്നും നിലനിൽക്കുന്ന ഭാഗം തെളിഞ്ഞു വരത്തില്ല. നിലനിൽക്കുന്ന ഭാഗം തെളിച്ച് കൊണ്ടുവരുന്നിടത്താണ് കാര്യം ഇരിക്കുന്നത്. കുറേ കാര്യങ്ങൾ സ്വപ്നത്തിൽ പറഞ്ഞു, കുറേ കാര്യങ്ങൾ പുസ്തകങ്ങൾ വായിച്ചിട്ട് പറഞ്ഞു, അതുകൊണ്ടൊന്നും ജീവിതമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകത്തില്ല. ജീവിതമായിട്ട് ബന്ധമുണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മളിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ തുടർച്ചയിൽ തന്നെ എത്തി നിൽക്കണം. വേറെ ഒന്നും വേണ്ട. നമ്മളിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ തുടർച്ചയിൽ തന്നെ ആയിരിക്കണം. അപ്പോഴാണ് നമ്മൾ പ്രാപ്തനാകുന്നത്. ഇപ്പം നമ്മളെന്ന് പറഞ്ഞ വ്യവസ്ഥ, വീട്ടിൽ മാതാപിതാക്കൾ, വീട്, എന്തെല്ലാം ഉണ്ടോ അവിടെയെല്ലാം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെളിച്ചമുണ്ടാകും. അതിൻ്റെ വേറെ ഏതെങ്കിലും സാധന പ്രക്രിയ ചെയ്തത് കൊണ്ടൊന്നും ആകത്തില്ല. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ചെയ്യേണ്ട പ്രവൃത്തി എല്ലാം സാധനയിലുള്ളതാണ്. ഇത് എല്ലാം നിത്യമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗത്ത് വരുന്നതാണ്. അല്ലാണ്ട് ഞാൻ 1 മണിക്കൂർ ഞാൻ യോഗാഭ്യാസം ചെയ്യുന്നുണ്ട്, അതിന് വേറിട്ട് സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഒരുപോലെ കണ്ടുകൊണ്ടു പോകണം. കാരണം നമുക്ക് വേണ്ടത് എന്താണ്? ഒരുമയാണ് വേണ്ടത്. ഒരുമ കൈവരിക്കാനാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും സാധന യോഗാഭ്യാസത്തിൻ്റെ ഭാഗമായിരിക്കണം. രാവിലെ തൊട്ട് വൈകുന്നേരം ഉറങ്ങാൻ തുടങ്ങുമ്പോൾ വരെ നമ്മൾ യോഗാഭ്യാസത്തിലായിരിക്കണം, സാധനയിലായിരിക്കണം. എല്ലായിടത്തും എല്ലായ്പ്പോഴും ശ്രദ്ധയുണ്ടാകണം. എന്നാൽ മാത്രമേ നമ്മൾ ആരാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയുവാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ ആരാണെന്ന് അറിയാണ്ട് എങ്ങനെ ജീവിക്കുന്നത്? ആരാണെന്ന് അറിഞ്ഞാലേ എന്താണ് വേണ്ടതെന്ന് അറിയത്തുള്ളൂ. ആരാണെന്ന് അറിയണം. അവനവൻ ആരാണ്, എന്താണ്, ഏതാണ് എന്ന് അറിയുന്നതാണ് ജീവിതം. അതിനാണ് വിദ്യാഭ്യാസം കൂടിയേ കഴിയത്തുള്ളൂ. എന്താണ് വിദ്യ? എന്തെല്ലാം മാറ്റങ്ങളുണ്ടെങ്കിലും ആ മാറ്റത്തിൻ്റെ ഇടയിൽ ഞാനുണ്ടെന്നുള്ള, നമ്മളുണ്ടെന്നുള്ള, എൻ്റെ തെളിച്ചമുണ്ടെന്നുള്ള ഭാഗത്ത് ഇരിക്കുന്നതാണ് വിദ്യാഭ്യാസം. എവിടെയാണ് വിദ്യ വരുന്നത്? പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിലും വ്യത്യസ്തമായിട്ടുള്ള മാറ്റത്തിൻ്റെ നടുവിലും എൻ്റെ തെളിച്ചത്തിൽ തുടരുന്നുണ്ട്. അങ്ങനെ തുടരാൻ കാരണമായിട്ടുള്ള വ്യവസ്ഥയാണ് വിദ്യാഭ്യാസം. അതിനെന്ത് വേണം? അതിന് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തന മണ്ഡലത്തെ നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ ശ്രദ്ധ വരണം. നിരന്തരമായിട്ടുണ്ടാകുന്ന മാറ്റം അവിടെ ശ്രദ്ധിക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ നമുക്ക് വൃത്തി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ശരീരത്തിൻ്റെ നാനാഭാഗത്തും ഒരുപോലെ പ്രവർത്തിക്കുന്നതാണ് എക്സ്പാൻഷനും കോൺട്രാക്ഷനും. എന്തുകൊണ്ട് നമ്മൾ എക്സ്പാൻഷനും കോൺട്രാക്ഷനും നമ്മൾ എടുക്കേണ്ടി വരുന്നു? നിർബന്ധിതരാകുന്നു. കാരണം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ. ഇല്ല, അതുകൊണ്ടാണ് നമ്മളതെടുക്കുന്നത്.
മനസ്സിലായി, നമ്മളെ എടുക്കാൻ നിർബന്ധിതരാകുകയാണ്. മനസ്സിലായി, നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? കാരണം ഇതല്ലാത്ത വേറൊരു മാർഗമില്ല. ഇതൊരു മാർഗമാണ്. എന്തിലോട്ടുള്ള മാർഗമാണ്? തെളിച്ചത്തിലോട്ടുള്ള മാർഗമാണ്. നിത്യമായിട്ടുള്ളൊരു പ്രവർത്തനം സംഭവിക്കുന്നതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാൻ പറ്റത്തില്ല. നൈരന്തര്യതയ്ക്കാണ് സ്ഥാനം കൊടുക്കേണ്ടത്. അങ്ങനെ നിരന്തരമായിട്ട് സംഭവിക്കുന്ന വ്യവസ്ഥ നമ്മുടെ ശ്രദ്ധയിൽ ഉണരുമ്പോൾ അവിടെയാണ് നമ്മൾ ഉണരാനുള്ള ഭാഗമായി തീരുന്നത്. അപ്പോഴാണ് നമ്മളുടെ ഉണർച്ചയുടെ അടിസ്ഥാനം, അതിൻ്റെ പ്രാധാന്യം. ഉണർച്ചയുടെ അടിസ്ഥാനം, അതിൻ്റെ പ്രാധാന്യം. എന്താണ് അതിൻ്റെ പ്രാധാന്യം? എൻ്റെ തെളിച്ചം, എൻ്റെ വിവേകം, അതിലെനിക്ക് തുടരാൻ സാധിക്കുന്നു. അതുകൊണ്ട് ശബ്ദം ഒരാൾ സംസാരിക്കുമ്പോൾ മാത്രമല്ല, ശബ്ദം നിരന്തരം ഉണ്ട്. നിരന്തരം ശബ്ദമുണ്ട്. ശബ്ദം ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ മാത്രമല്ല, ഈ അന്തരീക്ഷത്തിൽ ശബ്ദം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ശരീരം ശബ്ദവുമായിട്ട് പൊരുത്തപ്പെടണം. ശരീരത്തിൻ്റെ വളർച്ച, തുടർന്നുള്ള വളർച്ച എവിടെയാണ്? ഈ ശബ്ദ തരംഗങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് വരുമ്പോഴാണ് ശരീരത്തിൻ്റെ തുടർന്നുള്ള വളർച്ചയ്ക്ക് കാരണമാകുന്നത്. അതിനെന്ത് വേണം? പക്വത വേണം. പ്രായപൂർത്തിയായവന് മാത്രമേ ശബ്ദവുമായിട്ട് ബന്ധപ്പെടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എന്തു പറ്റും? നമ്മൾ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് വായിച്ച് കൊണ്ടുപോകേണ്ടി വരും. മനസ്സിലായോ? പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന വായിച്ച് കൊണ്ടുപോകുന്നവൻ അവനൊരിക്കലും ശബ്ദത്തിൻ്റെ ഭാഗവുമായിട്ട് കണക്റ്റഡ് ആകുന്നില്ല. അതുകൊണ്ടാണ് പുസ്തകം വായിക്കുന്നത്. കാരണം അന്തരീക്ഷത്തെ വായിക്കാൻ പറ്റുന്നില്ല. അവൻ്റെ ഉള്ളിൽ ഇപ്പോഴും ബിംബങ്ങൾ ഇരിക്കുന്നത് കൊണ്ടാണ് അവൻ പുസ്തകം വായിച്ചുകൊണ്ട് തന്നെ നടക്കുന്നത്. മനസ്സിലായി? പണ്ഡിതനായിപ്പോയി എന്നാ പറയും. ഈ അറിയാനായിട്ടാണ് ചേട്ടാ ചോദിക്കുന്നത്, പൊട്ടത്തരായിരിക്കും ചിലപ്പോൾ. ചേട്ടാ, ഈ ഗ്രാവിറ്റിയും പ്രഷറും തമ്മിൽ ഉള്ള ആ ഒരു ഐക്യം നഷ്ടപ്പെടുമ്പോഴാണോ ഈ പറയുന്ന നമ്മുടെ ആ നോർമൽ രീതിയിൽ നിന്ന് മനസ്സ് വ്യതിചരിച്ചിട്ട് ഈ മാനസികമായിട്ടുള്ള ഒരു തോന്നിലേക്ക് മാറുന്നത്? അതെ, ഗ്രാവിറ്റി എന്ന് പറയുന്നത് മർദ്ദവും രണ്ടും ഒന്ന് തന്നെയാണ്. ഗ്രാവിറ്റി ഉള്ളത് കൊണ്ടാണ്, ഗ്രാവിറ്റി കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മാതൃത്വം അവിടെ, മർദ്ദത്തിന് വിനയം വരുമ്പോഴാണ് മാതൃത്വം, മാതൃക. ആ മർദ്ദത്തിൻ്റെ വിനയത്തിനാണ് മാതൃത്വം, അതാണ് മാതാവ്. ഈ അട്രാക്ഷൻ തന്നെ, അതെ, ഈ ആകർഷണ പറഞ്ഞു. മർദ്ദത്തിന് വിനയം വരിക എന്ന് പറയുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷനകത്തിൽ നമ്മളായിട്ട് തന്നെ നിൽക്കുക എന്നാണോ ഉദ്ദേശിച്ചത്? തീർച്ചയായിട്ടും. നമ്മുടെ തെളിച്ചം, അത് മർദ്ദം നമ്മളെ എപ്രകാരം സ്വാധീനിക്കുന്നു അതിന് അനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് മർദ്ദത്തിന് വിനയം വന്നു. അപ്പോഴാണ് മാതൃത്വം. അത് മാതൃകയാണ്. അതായത് നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് വ്യതിചരിച്ച് കഴിയുമ്പോൾ ഈ മർദ്ദം കൂടിക്കൊണ്ടേയിരിക്കും. എക്സാക്ട്ലി. അപ്പൊ ശരീരം ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ശരീരത്തിൽ അപ്പോഴാണ് മൈൻഡ് രൂപം കൊള്ളുന്നത്. മർദ്ദം കൂടുമ്പോൾ ശരീരത്തിൽ തിക്കുമുട്ടലുണ്ടായി, അതിൻ്റെ അനന്തരഫലമായിട്ട് സ്വപ്നം വന്നു, മനസ്സ് വന്നു. അല്ല, മൈൻഡ് അവിടെ ഷട്ട് ഡൗൺ ആകും. മൈൻഡ് ആക്റ്റീവ് ആകുമ്പോഴത്തേക്കുമാണ് വ്യക്തി സഫർ ചെയ്യുന്നത്. വ്യക്തിത്വ ബോധമില്ല, മൈൻഡിൻ്റെ ബോധം വന്ന്. മൈൻഡ് എന്ന് പറഞ്ഞാൽ ചുറ്റുപാടും കണ്ടതിൻ്റെ റിഫ്ലക്ഷൻസ്. മർദ്ദം കൂടുമ്പോൾ ശരീരത്തിലെ റിഫ്ലക്ഷൻസ് സജീവമാകും. നമ്മുടെ തെളിച്ചം പോവും, നമ്മുടെ തെളിച്ചം കുറയും. അപ്പോഴാണ് നമുക്ക് മർദ്ദം കൂടുന്നത്. അപ്പം മാതൃത്വം, ഈ അട്രാക്ഷൻ, ഈ ഗ്രാവിറ്റി തന്നെയാണ് മാതൃത്വം. അവിടെയാണ് അമ്മയുടെ സ്ഥാനം, അവിടെയാണ് അമ്മ, മാതൃത്വം. ഈ മർദ്ദത്തെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്നിടത്താണ് അമ്മ, മാതൃത്വം, മർദ്ദം കുറഞ്ഞ ഭാഗം.
ആ മർദ്ദം കുറഞ്ഞ് കൈകാര്യം ചെയ്യുമ്പോൾ ആർക്കാണ് സാധിക്കുന്നത്? തെളിച്ചം, ഉന്മ, ആത്മബോധം. അവിടെ ആത്മബോധത്തിലോട്ടാണ് പോകുന്നത്. ആരാണ് കൊണ്ടുപോകുന്നത്? നമ്മളെ അമ്മ. അമ്മയുടെ സാന്നിധ്യത്തിലാണ് നമുക്ക് വൃത്തി കിട്ടുന്നത്. അവിടെയാണ് വൃത്തി കിട്ടുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും സ്ത്രീ ഭൂമിയുമായിട്ട് ഉപമിക്കുന്നത്. സ്ത്രീ ശരീരം ഭൂമിയുമായിട്ട് എപ്പോഴും ഉപമിക്കാനുള്ള കാരണം അതാണ്. കാരണം ശരീരത്തിൻ്റെ വൃത്തിയാണ്, ശരീരം വൃത്തിയായിട്ട് കൊണ്ടുവരുമ്പോഴാണ് ആത്മബോധം ഉണ്ടാകുന്നത്. ആത്മബോധത്തിന് കാരണം എന്താണ്? ശരീരത്തിൻ്റെ വൃത്തിയാണ്. അതിൽ നിന്ന് മാത്രമേ നമുക്ക് ആത്മബോധം ഉണ്ടാകത്തുള്ളൂ. ആകാശത്തെ ഗ്രഹിക്കാൻ സാധിക്കുന്നത് എവിടെയാണ്? ശരീരത്തിൻ്റെ വൃത്തിക്കാണ് ആകാശത്തെ ഗ്രഹിക്കാൻ സാധിക്കുന്നത്. ആകാശത്തെ ഗ്രഹിക്കാനുള്ള ഏക മാർഗം എന്താണ്? ശരീരത്തിൻ്റെ വൃത്തിയാണ്. ശരീരത്തിന് മർദ്ദത്തെ മാതൃകപരമായിട്ട് കൊണ്ടുവരാൻ സാധിക്കുമ്പോൾ, വ്യവസ്ഥയ്ക്ക് വീഴ്പ്പെട്ട് വരുമ്പോൾ അവിടെയാണ് സറണ്ടർ ചെയ്യാൻ പറയുന്നത്. വ്യവസ്ഥയ്ക്ക് സറണ്ടർ ചെയ്യാനാണ് പറയുന്നത്. തോന്നിവാസി ആകൃതി എന്നാണ് പറയുന്നത്. കാരണം ശരീരം മറ്റൊരു ശരീരവുമായിട്ട് ലയിക്കുമ്പോൾ അവിടെ തോന്നലുണ്ടാകും. അതിൽ ലയിച്ചു പോകരുതും, അതിൽ പെട്ടുപോകരുതും. അതുകൊണ്ട് വൃത്തി വേണം. സങ്കല്പത്തിലോട്ട് പോലും ഏതൊരു ശരീരം മറ്റൊരു ശരീരവുമായിട്ട് സഹകരിക്കുകയാണെങ്കിൽ അവിടെ ഉടനെ വ്യത്യസ്തമായിട്ടുള്ള പലതും തെളിഞ്ഞു വരും, പല ഭാവങ്ങൾ വരും. ഇവിടെയാണ് അപകടം ഉണ്ടാകുന്നത്. ഒരു ശരീരം മറ്റൊരു ശരീരവുമായിട്ട് സഹകരിച്ചാൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ വ്യത്യസ്തമായിട്ടുള്ള പല ഭാവങ്ങളും രൂപം കൊള്ളും. ഇത് പിന്നെ വിഭ്രാന്തിയായിട്ട് മാറും. ഇതാണ് പിന്നെ വിഭ്രാന്തിയായിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് സംസ്കാരമെന്ന് പറയുന്നത് സംസ്കരിച്ച് എടുക്കേണ്ടത് എന്തിനെയാണ്? ആ വ്യക്തിത്വ ബോധത്തെയാണ് സംസ്കരിച്ച് കൊണ്ടുവരേണ്ടത്. ആ വ്യക്തിത്വ ബോധം ഞാനായിട്ട് തെളിഞ്ഞു വരുന്നുണ്ടോ? എന്നിലുണ്ടാകുന്ന മാറ്റത്തെ കൃത്യമായിട്ട് തുടർച്ചയായിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ? അതാണ് താല്പര്യത്തിൽ വരേണ്ടത്. എൻ്റെ തെളിച്ചം സംഭവിക്കുന്നുണ്ടോ? എന്നിൽ തെളിച്ചം സംഭവിക്കുന്നുണ്ടോ? അതാണ് നമ്മൾ പ്രായോഗികമായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത്. അങ്ങനെ തെളിച്ചത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നിടത്ത് തുടരുന്നതാണ് നമ്മുടെ ജീവിതം. അത് എന്ത് എനിക്കറിയാമെന്നുള്ളതല്ല, എൻ്റെ തെളിച്ചത്തിൽ എനിക്ക് നിൽക്കാൻ സാധിക്കുന്നുണ്ടോ, എനിക്ക് അറിവുണ്ടോ ഇല്ല എന്നുള്ളതല്ല, എനിക്ക് തെളിച്ചമുണ്ടോ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രാപ്തൻ എന്ന് പറയുന്ന പ്രായപൂർത്തിയായിട്ടുണ്ടെങ്കിൽ ശബ്ദം എന്ന് പറയുന്ന മേഖല, ശബ്ദം എന്ന് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആരെങ്കിലും സംസാരിക്കുമ്പോൾ മാത്രമല്ല, നിരന്തരം ശബ്ദമുണ്ട്. ശബ്ദത്തെ കീഴ്പ്പെടുത്താൻ സാധിക്കുന്നവനാണ് പ്രായപൂർത്തിയുടെ ആരംഭം. പ്രായപൂർത്തിയായവൻ തുടങ്ങുന്നത് എന്താണ്? ശബ്ദത്തെ കീഴ്പ്പെടുത്തലാണ്. പ്രായപൂർത്തിയായവൻ്റെ ഉത്തരവാദിത്തം ശബ്ദത്തെ കീഴ്പ്പെടുത്തലാണ്. ശബ്ദത്തെ കീഴ്പ്പെടുത്തിയാൽ മാത്രമാണ് വെളിച്ചവുമായിട്ടുള്ള ബന്ധം. കാരണം എവിടെയാണ് പ്രാപ്തി? ആ പ്രാപ്തി പ്രായോഗികമായിട്ട് പ്രായപൂർത്തിയായി. എന്തുകൊണ്ട് നമ്മൾ പ്രായപൂർത്തിയായെന്ന് പറയുന്നു? കാരണം കാലം, പ്രപഞ്ചത്തിൻ്റെ ഭാഗത്തുണ്ടായ മാറ്റത്തിന് ഇനി നമ്മുടെ ശരീരത്തിൽ ഒന്നും ചെയ്യാനില്ല. ഇവിടെ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾക്ക് അമ്മയുള്ളത്. നമ്മൾക്കാണ് അമ്മയുള്ളത്. മൃഗങ്ങൾക്ക് അമ്മ എന്ന് പറയുന്നൊരു ഭാഗമില്ല. കാരണം കാലമാണ് അമ്മയായിട്ട് നിൽക്കുന്നത്. മൃഗവും മനുഷ്യനും തമ്മിലുള്ള അന്തരം ഇവിടെയാണ്. നമ്മൾക്ക് അമ്മയെ, കാലത്തെ കൃത്യമായിട്ട് വിലയിരുത്തുവാനുള്ള വ്യക്തതയുടെ ഭാഗമാണ് അമ്മയായിട്ട് രൂപാന്തരപ്പെട്ട് നിൽക്കുന്ന മാതൃത്വം. മനുഷ്യജന്മത്തിനാണ് അമ്മയുള്ളത്. മറ്റുള്ള മൃഗങ്ങൾക്കും ജീവജാലങ്ങൾക്കും അതെല്ലാം കാലത്തിൽ സംഭവിക്കുന്ന. അതുകൊണ്ട് ആ മൃഗങ്ങൾ അമ്മയെ തന്നെ മെയ്റ്റ് ചെയ്യും. മൃഗങ്ങൾ, ഒരു പശു കിടാവ് വളർന്നിട്ടുണ്ടെങ്കിൽ അത് അമ്മയെ തന്നെ, അത് കാളക്കിടാവാണെങ്കിൽ അത് വളർന്നു വരുമ്പോൾ സ്വന്തം മാതാവിനെ അത് മെയ്റ്റ് ചെയ്യും. പക്ഷെ മനുഷ്യരങ്ങനെയല്ല. എന്തുകൊണ്ട്? കാരണം മനുഷ്യൻ ശരീരത്തിൻ്റെ തത്വത്തിനല്ല, ആകാശ തത്വത്തെ കേന്ദ്രീകരിച്ചാണ് മനുഷ്യൻ്റെ തുടർച്ച. അതുകൊണ്ടാണ് നമ്മൾ മാതാവുമായിട്ട് ശരീരഭോഗം നടത്താത്തത്. അവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ അറിവെന്ന് പറയുന്നത് കൃത്യമായിരിക്കണം. എന്തുകൊണ്ട്? കാരണം നമ്മുടെ ആകർഷണ ശക്തി ആകാശത്തിൻ്റെ ശക്തിയായിട്ട് മാറുകയും, അതുകൊണ്ടാണ് ലൈംഗികത പ്രസക്തി ഇല്ലാണ്ടാകുന്നത്. ആകാശത്തിൻ്റെ ശക്തിയുടെ സ്വാധീനത്തിലൂടെ ശരീരത്തെ ഉണർത്തിക്കൊണ്ടുവരുമ്പോൾ നിലനിൽക്കാനുള്ള തുടർച്ചയുടെ അനന്തമായിട്ടുള്ള ഭാഗമാണ് അവിടെ വരുന്നത്. അവിടെ അനന്തതയാണ് നമ്മുടെ പ്രാപ്തിയിലോട്ട് വരുന്നത്. ഇത് വളരെ വ്യക്തമായിട്ട് ശരീരത്തിൻ്റെ വൃത്തി, അതിനാണ് ശരീരത്തിൻ്റെ വൃത്തി വളരെ സാവകാശം.
വളരെ സാവകാശം ശാന്തമായിട്ട് ശ്രദ്ധയോടുകൂടി തുടർന്നു കൊണ്ടുപോയാൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. വിഭ്രാന്തി ഇല്ലാതെ മനസ്സിൻ്റെ സമാധാനത്തിലെത്തുമ്പോൾ മാത്രമാണ് ആന്തരികമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ സവിശേഷത നമ്മുടെ ശ്രദ്ധയിൽ ഉണരുന്നത്. മർദ്ദം കുറഞ്ഞാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഫലമിച്ഛിക്കാതെ, അതുകൊണ്ടാണ് ഫലമിച്ഛിക്കാതെ പ്രവർത്തിക്കണമെന്ന് പറയുന്നത്. ഫലമിച്ഛിക്കുന്നവന്, സ്വപ്നത്തിന് അടിമപ്പെട്ടിരിക്കുന്നവന് ഒരിക്കലും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം തെളിഞ്ഞു വരത്തില്ല, ഒരിക്കലും വരത്തില്ല. ജീവിത യാഥാർത്ഥ്യം, അതായത് കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഈ സിസ്റ്റത്തെ അറിയണമെന്നുണ്ടെങ്കിൽ വൃത്തി ഉണ്ടായേ പറ്റത്തുള്ളൂ. എന്തിനെ അറിയണമെന്നുണ്ടെങ്കിൽ, ഈ പ്രപഞ്ച സത്യത്തെ അറിയണമെന്നുണ്ടെങ്കിൽ സത്യസന്ധത മാത്രമേ അതിനാധാരമായിട്ടുള്ളൂ, മറ്റൊന്നുമില്ല. സത്യത്തെ അറിയണമെന്നുണ്ടെങ്കിൽ സത്യസന്ധത തന്നെയാണ്. സത്യത്തിൻ്റെ സന്താനമാകണം. സത്യസന്ധത എന്ന് വെച്ചാൽ സത്യത്തിൻ്റെ സന്താനമാകണം. സത്യത്തിൽ നിന്ന് എന്ന് വെച്ചാൽ എന്നിലുണ്ടാകുന്ന പ്രവർത്തനത്തിൻ്റെ തുടർച്ചയിൽ നിന്ന് എന്നെ ഞാനാക്കുന്ന പ്രവർത്തനം, അത് സൂക്ഷ്മം പരിശോധിക്കുമ്പോൾ ഫലമിച്ഛിക്കാൻ പറ്റത്തില്ല. ഫലമിച്ഛിക്കുന്നവന് സത്യത്തിൻ്റെ സന്താനമാകാൻ പറ്റത്തില്ല. സത്യസന്ധത ഉള്ളവനായി തീരണമെന്നുണ്ടെങ്കിൽ നമ്മളിലുണ്ടാകുന്ന സൂക്ഷ്മമാറ്റം അത് മറ്റൊരു ഫലം ക്രിയേറ്റ് ചെയ്യരുത്. മറ്റൊരു ഫലം ക്രിയേറ്റ് ചെയ്യാതെ നമ്മളിലുണ്ടാകുന്ന മാറ്റം എന്നും തെളിച്ചത്തിലായിരിക്കണം. മറ്റൊരു ഫലം ക്രിയേറ്റ് ആകരുത്. സ്വപ്നങ്ങൾ ഉണ്ടാകരുത്. ഓ, അവനെ എന്നെ ഇഷ്ടപ്പെട്ടു, അവളെന്നെ ഇഷ്ടപ്പെട്ടു. ഇവിടെയാണ് സത്യസന്ധത നഷ്ടപ്പെട്ടത്. മറ്റൊരാൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സത്യത്തിൽ നിന്ന് വ്യതിചരിച്ചു. അവിടെ പോയി അനർത്ഥമായി, അവിഹിത ബന്ധമായി. മറ്റൊരാൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടെന്ന് എവിടെയെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവിടെ അപകടം ആരംഭിച്ചു കഴിഞ്ഞു, അവിടെ അനർത്ഥങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു, തുടർച്ച നഷ്ടപ്പെട്ടു. അപ്പം തുടർച്ച എന്ന് പറയുന്നത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ടുള്ള താല്പര്യം ക്രമീകരിക്കുന്ന ഭാഗം ഉണ്ടാകരുത്. സത്യത്തിൽ തുടരുക എന്ന് വെച്ചാൽ എന്നിലുണ്ടാകുന്ന മാറ്റത്തിൽ തുടരുക. എന്നിലുണ്ടാകുന്ന മാറ്റത്തെ കൃത്യമായിട്ട് വിലയിരുത്താൻ സാധിക്കണം. അത് കൃത്യമായിരിക്കണം. അതൊരിക്കലും ആശങ്ക ഉണ്ടാക്കുന്ന ഭാഗത്താകരുത്. വ്യക്തത ഉണ്ടാകണം. ഇന്ന മാറ്റമാണ്, മാറ്റത്തിന് കാരണം ഇന്നതാണ്. എല്ലായിടത്തും സുതാര്യത ഉണ്ടാകണം. മാറ്റത്തിന് കാരണം ഇന്നതാണ്. എന്നാൽ മാത്രമേ നമ്മൾക്ക് ഈ പ്രപഞ്ച സത്യത്തെ ഉണർത്തി അറിഞ്ഞ് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അനുഭവിക്കാനുള്ള യോഗ്യത വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സത്യത്തിൻ്റെ സന്തതിയായിത്തീരണം. ശരീരത്തിന് വൃത്തി വേണം. സ്വപ്നം ശരീരത്തെ നിയന്ത്രിക്കുന്ന ഭാഗത്താകരുത്. ശരീരത്തിന് വൃത്തി ഉണ്ടെങ്കിൽ മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ശബ്ദം എന്ന് പറയുന്ന ഭാഗം കേൾക്കാൻ പഠിക്കുക. എന്ത് വേണം? ശബ്ദം കേൾക്കാൻ പഠിക്കുക. അതായത് ശബ്ദം നിരന്തരമുള്ളതാണ്. നമ്മൾ ആരെങ്കിലും സംസാരിക്കുമ്പോൾ മാത്രമാണ് പ്രതികരിക്കുന്നതെങ്കിൽ ഒരിക്കലും വിവേകം ഉണ്ടാകത്തില്ല. ഒരിക്കലും വിവേകം ഉണ്ടാകത്തില്ല. ശബ്ദം നിത്യമാണ്. ശബ്ദം നിത്യമാണ്. ശബ്ദം നിരന്തരം അന്തരീക്ഷത്തിലുള്ളതാണ്. ആ ശബ്ദത്തെ കേട്ട് പഠിക്കണം. ആ ശബ്ദത്തെ കേട്ടറിയണം. അപ്പോഴാണ് നമുക്ക് കോട്ടങ്ങളില്ലാതെ ആകുന്നത്. ആരെങ്കിലും മനുഷ്യർ മാത്രം സംസാരിക്കുന്നത് കേട്ടിട്ട് ഒരിക്കലും ജീവിതം ആകത്തില്ല. ശബ്ദം നിരന്തരമായിട്ട് ശബ്ദം അന്തരീക്ഷത്തിലുണ്ട്. ആ ശബ്ദത്തിൽ നമുക്ക് വൃത്തിയോടുകൂടി ശ്രവിക്കാൻ സാധിക്കണം. ആ ശബ്ദം കേൾക്കാൻ കഴിയുന്നത് ആകാശവും ഗ്രാവിറ്റിയുമായിട്ട് ബാലൻസിൽ നിൽക്കുന്ന ആൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. എക്സാക്ട്ലി. മർദ്ദത്തെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് മാത്രമേ നിരന്തരമായിട്ടുള്ള ശബ്ദത്തിൻ്റെ സ്വാധീനത്തിൽ ശരീരത്തിൻ്റെ വൃത്തിയിൽ തുടരാൻ പറ്റത്തുള്ളൂ. നൈരന്തര്യതയാണ് ഇവിടെയില്ല. സത്യസന്ധമായിട്ട് ഞാൻ ചോദിക്കുന്നത് ചേട്ടാ, ഈ അമ്മയോട് അടുപ്പം കൂടി ഗ്രാവിറ്റി കൂടി കഴിഞ്ഞു കഴിഞ്ഞാലും മാനസികമായിട്ട് നമ്മുടെ താളം തെറ്റും അല്ലയോ? തീർച്ചയായിട്ടും. മർദ്ദം മാത്രമായാൽ നമ്മളൊരു വിഷ്യ സർക്കിളിലായി പോകും.
ആകാശമായിട്ടുള്ള ബന്ധം അവിടെ വരത്തില്ല. മാതൃകപരമായിട്ട് അവിടെ ഫലമിച്ഛിക്കരുത്. ഫലമിച്ഛിച്ചുകൊണ്ടാണ് ആ മാതൃത്വത്തിൽ സ്റ്റക്കായിപ്പോയത്. അവിടെ ഫലമിച്ഛിച്ചിട്ടുണ്ട് എവിടെയോ. അതുകൊണ്ടാണ് ഗുരുത്വാകർഷണത്തിൽ പെട്ടുപോകുന്നത്. ഫലത്തിന് മാത്രം സ്ഥാനം കൊടുത്താൽ മർദ്ദം കൂടും. അപ്പം ലോ ഓഫ് അട്രാക്ഷനിൽ പെട്ടു. നമുക്ക് പലതും ചെയ്യാൻ പറ്റും, ഇതാണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അവിടെയാണ് നമുക്ക് വിഭ്രാന്തി ഉണ്ടാകുന്നത്. ക്ഷമിക്കണം, ഞാൻ അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുവായിരുന്നു, അതുകൊണ്ട് പറഞ്ഞത് കേട്ടില്ല. അതായത് നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്നത് ഫലമിച്ഛിക്കാതെ കൊണ്ടുപോകണം. ആകർഷണ ശക്തിയിൽ പെട്ടുപോകരുത്. ആകർഷണമുണ്ട്, ആകർഷണത്തിന് ഓപ്പോസിറ്റായിട്ടുള്ള വികർഷണവുമുണ്ട്. ആ വികർഷണമാണ് ആകർഷണത്തിന് നേരെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ആകാശതത്വമാണ്. കാരണം ആകർഷണത്തിൽ പെടാത്ത ഒന്നാണ് നമ്മളെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നത്. അതുകൂടി ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തെളിഞ്ഞു വരണം. ആകർഷണത്തിൽ മാത്രം നിൽക്കുന്നവരാണ് രോഗിയായി പോകുന്നത്. ഒരു ശക്തിയെ മാത്രമേ കാണുന്നുള്ളൂ, മറ്റൊരു ശക്തിയെ കാണുന്നില്ല. ആകാശത്തിലുള്ള ശക്തിയെ കാണുന്നില്ല. അതുകൊണ്ടാണ് ശരീരത്തിൽ പെട്ടുപോകുന്നത്. ആകാശത്തിലുള്ള ശക്തിയെ കൂടി കാണുമ്പോഴാണ് ആകർഷണവും വികർഷണവും ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആരാണ്. അവിടെയാണ് ആത്മബോധം. അച്ഛന്റെയും അമ്മയുടെയും കൈ പിടിക്കണം അല്ലേ? എക്സാക്ട്ലി, അവിടെയാണ് പൊരുത്തം വരുന്നത്. അവിടെയാണ് ഒരുമ വരുന്നത്, അവിടെയാണ് സ്വരുമ. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ മറ്റുള്ളവരെ ബഹുമാനിക്ക് തർക്കിക്കാനും അടിവെക്കാനും പോകല്ലേ എന്ന് പറയുന്ന അതുകൊണ്ടാണ്. അമ്മയായിട്ടുള്ള ബന്ധം നല്ല രീതിയിലാണെങ്കിൽ അച്ഛനായിട്ടുള്ള ബന്ധം വരും. ഇത് അമ്മയായിട്ടുള്ള ബന്ധം നല്ലതല്ലെങ്കിൽ ഒരിക്കലും അച്ഛനെ കാണത്തില്ല. ശരീരം മാത്രമേ കാണത്തുള്ളൂ, ശരീരത്തിൽ ഒരിക്കലും വൃത്തി ഉണ്ടാകത്തില്ല. അപ്പോഴങ്ങനെയുള്ളവരാണ് വിശ്വാസികളാകുന്നത്. അവർ ഈശ്വര വിശ്വാസത്തിലോട്ട് പോകും. വിശ്വാസം എന്തുകൊണ്ട് ജനിക്കുന്നു? വൃത്തിയില്ലാത്തതുകൊണ്ട് ജനിക്കുന്നതാണ് വിശ്വാസം. വൃത്തിയുള്ളവന് വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. വൃത്തിയില്ലാത്തവനാണ് വിശ്വാസിയായിട്ട് നടക്കുന്നത്. വൃത്തിയുള്ളവന് വൃത്തിയാണ് വേണ്ടത്, വിശ്വാസമല്ല വേണ്ടത്. വൃത്തിയില്ലാത്തവൻ്റെ ലക്ഷണമാണ് വിശ്വാസം. കാരണം അവൻ ലക്ഷ്യം തേടുകയും, കാരണം അവനെ കണ്ടെത്തുന്നില്ല. അതാണ് ലക്ഷ്യം. അവനെ കണ്ടെത്തുമ്പോൾ ലക്ഷണമായി. അവനെ കണ്ടെത്താത്തതാണ് ലക്ഷ്യം. അവനെ കണ്ടെത്തുമ്പോൾ ലക്ഷണമായി. കാരണം വൃത്തിയുടെ അനന്തരഫലമാണ് ലക്ഷണം. അപ്പോൾ അവിടെ തുടർച്ച വന്നു. തുടർച്ചയിൽ സർവ്വതുമുണ്ട്, ആശ്വാസമുണ്ട്. ഓരോ വ്യക്തിയും അവനവൻ്റെ തെളിച്ചത്തിൽ തുടരാൻ ശ്രമിച്ചാൽ അത് മാത്രമേ ഉള്ളൂ ഉത്തരവാദിത്വം. അവനവൻ്റെ തെളിച്ചത്തിൽ നിരന്തരമായിട്ട്. അതാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വ ബോധത്തിലോട്ടൊരു വ്യക്തിയെ നയിക്കുന്നത്. അവനവൻ്റെ തെളിച്ചം അത് കൈവരിക്കാൻ സാധിക്കുന്നുണ്ടോ? അവനവന് തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന മേഖലയാണ്. അതിൽ വേറെ ആർക്കും അവിടെ ഒന്നും ചെയ്തു തരാൻ പറ്റത്തില്ല. അവനവൻ്റെ തെളിച്ചത്തിന് കാരണമായിട്ടുള്ള വ്യവസ്ഥയിൽ തുടരുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ അനന്തതയാണ് നമ്മൾക്ക് തുണയായി വരുന്നത്. പ്രപഞ്ചമാണ് നമുക്ക് തുണയായി വരുന്നത്. അവിടെ പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒന്നുമില്ല. കാരണം പ്രപഞ്ചത്തിൻ്റെ സർവ്വതും നമ്മളുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അവിടെ അപ്രതീക്ഷിതമായിട്ട് ഒന്നും സംഭവിക്കാനില്ല. നിത്യതയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുള്ളതിന് എന്താണ് അപ്രതീക്ഷിതമായിട്ട് വരാനുള്ളത്? എന്ത് രോഗം വരാനാണ്? യോഗത്തിലിരിക്കുന്ന വ്യക്തിക്ക് രോഗത്തിൻ്റെ യാതൊരു ഭാഗവുമില്ല. യോഗത്തിലാണ് പ്രപഞ്ചത്തിൻ്റെ സർവ്വതും കൂടിയാണ് ചേർന്നാണ് നമ്മളാക്കി നിലനിർത്തി തുടർന്ന് കൊണ്ടുപോകുന്നത്. അവിടെ അപ്രതീക്ഷിതമായിട്ട് യാതൊന്നും സംഭവിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. കാരണം സർവ്വതും ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. അവിടെ വിഭ്രാന്തിക്ക് യാതൊരു സ്ഥാനവുമില്ല. നിത്യത പ്രവർത്തിക്കുന്നിടത്ത്, നിത്യതയുടെ പ്രവർത്തനം നമ്മുടെ ഭാഗമാകുമ്പോൾ
അനന്തതയാണ്. സർവ്വതും കൂടി ചേർന്നുണ്ടാക്കുന്നത് എങ്ങനെയാണ്? കോട്ടത്തിന് കാരണമാകാനുള്ള സാധ്യത ഒരിക്കലുമില്ല. ഇത് വളരെ സിമ്പിളാണ്. ആർക്ക്? സത്യസന്ധത ഉള്ളവന് സിമ്പിളാണ്. സത്യത്തിൻ്റെ സന്താനമാണ്. അപ്പോൾ സത്യം മാത്രമായിരിക്കും നമ്മുടെ ശ്രദ്ധയിൽ. എന്താണ് സത്യം? എന്നെ ഞാനാക്കി നിലനിർത്താനുള്ള കാരണം എന്താണ്? അതാണ് സത്യം. ചേട്ടാ, ഈ ഒരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മുടെ ഹാർട്ട് പൂർണ്ണമായിട്ടും പ്യൂരിറ്റിയിൽ, അതായത് സത്യസന്ധയിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം വാഴ്ചകൾ ഉണ്ടായാലും നമ്മൾ അതിലേക്ക് റീച്ച് ചെയ്ത് കയറാനൊരു പോസിബിലിറ്റി ഇല്ലയോ ചേട്ടാ? അതായത് ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളം സത്യവുമായിട്ട് കണക്റ്റഡാണ്. ഹൃദയത്തിന് മർദ്ദം കൂടുതൽ കൊടുക്കാതിരുന്നാൽ സത്യം തെളിഞ്ഞു വരും. ഹൃദയം ഉണ്മയുമായിട്ട് ആത്മബോധവുമായിട്ട് കണക്റ്റഡാണ്. ആ ഹൃദയത്തിന് നമ്മൾ ഭാരം കൊടുത്തു കഴിഞ്ഞാൽ സത്യത്തിൽ നിന്ന് ഹൃദയം വിട്ടുപോകും. മർദ്ദം കൂട്ടാതെ. അല്ല ചേട്ടാ, ചേട്ടൻ പറയുന്ന കാര്യങ്ങള് ഗ്രഹിക്കാനുള്ളൊരു ശേഷി വരുന്നതും ഈ പറയുന്ന ആ ദൈവികമായ ശക്തിയല്ലേ ചേട്ടാ? അതായത് പ്രായോഗികമായിട്ട് ശരീരത്തിൻ്റെ വൃത്തിയിൽ കൊണ്ടുപോകുന്നതിന് മാത്രമേ ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. ഗ്രഹിക്കുക മറ്റൊരു വ്യക്തി പറയുന്നതല്ല. പ്രപഞ്ചം നിരന്തരം നമ്മളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരാൾ വരുമ്പോൾ മാത്രമല്ല, നമ്മുടെ ശരീരം നിരന്തരം ആകാശവും ഭൂമിയുമായിട്ട് നിരന്തരം ആക്റ്റീവാണ്. ഇതൊരിക്കലും ഷട്ട് ഡൗൺ ആകുന്നില്ല. അതെ, ശരീരം മരവിച്ചത് കൊണ്ട് അറിയുന്നില്ല. ശരീരത്തിൻ്റെ മരവിപ്പ് കാരണം മാതൃത്വം നഷ്ടപ്പെട്ടതുകൊണ്ട് മാതൃക നഷ്ടപ്പെട്ടതുകൊണ്ട് അറിയുന്നില്ല. മർദ്ദം കൂടുമ്പോഴും നമ്മുടെ ശരീരത്തിന് വിഭ്രാന്തി ഉണ്ടാകും, വികല്പങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് തോന്നിവാസം നടക്കുന്നത്. പല ബുദ്ധിമുട്ടുകൾ ശരീരത്തിലുണ്ടായിരുന്നു കേട്ടോ. യൂറിക് ആസിഡ്, അതുകൂട്ടുള്ള പ്രഷർ, കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഒരു സമയം കഴിഞ്ഞപ്പം ഒരു മരുന്നും കഴിക്കാതെ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറിയായി. നമ്മൾ വൃത്തി എന്ന് പറയുന്നത്, ആ വൃത്തിയാണ് നമ്മളുടെ തെളിച്ചം. മരുന്നെന്ന് പറയുന്നത്, ഭക്ഷണം മര്യാദക്ക് കഴിക്കാത്തവൻ പിന്നെ ഭക്ഷണം കഴിക്കുന്ന പോലെ മരുന്ന് കഴിക്കേണ്ടി വരും. ഭക്ഷണത്തെ ബഹുമാനിക്കാത്തവൻ, ഭക്ഷണം മര്യാദക്ക് കഴിക്കാത്തവൻ, ഭക്ഷണം വാരി വലിച്ച് കഴിക്കുന്നവൻ പിന്നെ മരുന്ന് വാരി വലിച്ച് കഴിക്കേണ്ടി വരും. മനസ്സിലായി? പിന്നെ മരുന്ന് വാരി വലിച്ച് കഴിക്കേണ്ടി വരും. വേറെ നിവൃത്തിയില്ല. അവനെല്ലാം വാരി വലിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ വൃത്തി എന്ന് പറയുന്നത് നമ്മുടെ തുടർച്ചയാണ്. നമ്മുടെ വൃത്തി നമുക്ക് മറ്റുള്ളവരുമായിട്ട് എല്ലാവരുമായിട്ട് സഹകരിക്കാൻ പറ്റുന്നത്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ ആശങ്കയില്ലാതെ വളരെ ആശ്വാസത്തിൽ, അതാണ്